തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയും എംപിയുമായ സുരേഷ് ഗോപിക്ക് ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്ന തിരിച്ചടി കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജി നിലനിൽക്കുമെന്നും അദ്ദേഹം വിചാരണ നേരിടണമെന്നുമാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഉത്തരവ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ BJP നേടിയ ഏറ്റവും നിർണായകമായിട്ടുള്ള വിജയങ്ങളിൽ ഒന്നായിരുന്നു 2024 തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേത്. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ ഞാൻ ഇങ്ങ് എടുക്കുക എന്ന പ്രഖ്യാപനം നടത്തിയ സുരേഷ് ഗോപി അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. ഇന്ന് നിയമപരമായിട്ടുള്ള വലിയൊരു പോരാട്ടത്തിന്റെ നിഴലിലാണ് അദ്ദേഹം ഉള്ളത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന ആരോപണത്തിൽ വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കും സുരേഷ് ഗോപിക്കും BJPക്കും രാഷ്ട്രീയമായി വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. AIYF തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിനോയ് മാരാരി സമർപ്പിച്ച ഹർജിയിലാണ് നിലവിലെ നിയമ നടപടികളുടെ ആധാരം. ഈ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നും അതിനാൽ തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ട് സുരേഷ് ഗോപി ഉപഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഈ വാദം തള്ളുകയും പ്രധാനപ്പെട്ട ഹർജിയിലെ ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. ഇതോടെ വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിക്ക് നേരിട്ട് വിചാരണ നടപടികളിൽ പങ്കാളിയാകേണ്ടി വരും. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് പ്രധാനമായും ഹർജിയിൽ ഉന്നയിക്കപ്പെടുന്നത്. പ്രചാരണ വേളയിൽ മതപരമായിട്ടുള്ള ചിഹ്നങ്ങളും വികാരങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കാൻ ഉപയോഗിച്ചുവെന്നും ഇത് ജനപ്രാതിനിധ്യ നിയമത്തിലെ 123 വകുപ്പിന്റെ ലംഘനമാണെന്നുമാണ് ഹർജിക്കാരന്റെ പ്രധാന വാദം. മതം, ജാതി, ഭാഷ എന്നിവയുടെ പേരിൽ വോട്ട് ചോദിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നിരിക്കെ മതവികാരം ഇളക്കിവിട്ട് വോട്ടർമാരുടെ സ്വാതന്ത്ര്യമായിട്ടുള്ള തീരുമാനത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതാണ് കേസ്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ശൈലിക്കെതിരെ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പുലർത്തേണ്ട പക്വത പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. തൃശൂരിലെ വോട്ടർമാരോടും പൊതുജനങ്ങളോടും അദ്ദേഹം പെരുമാറുന്ന രീതി പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. സഹായം അഭ്യർത്ഥിച്ചു വന്ന വയോധികയോട് കയർത്ത് സംസാരിച്ചതും മാധ്യമപ്രവർത്തകരോടുള്ള അദ്ദേഹത്തിന്റെ അസഹിഷ്ണുതയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. സിനിമയിലെ മാസ് ഡയലോഗുകൾ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങളെ ഇല്ലാതാക്കുന്നു എന്ന ആക്ഷേപവും ശക്തമാണ്. കൂടാതെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുവെന്നും തിരുവനന്തപുരത്തും തൃശൂരിലും ഒരേ സമയം വോട്ട് രേഖപ്പെടുത്തിയെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ധാർമ്മികതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. തൃശൂർ നഗരത്തിലെ സ്ഥിരതാമസക്കാരനാണെന്ന് തെറ്റായ സത്യവാങ്മൂലം നൽകി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുവെന്ന ആരോപണം തെളിയിക്കപ്പെട്ടാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. 70,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപിക്ക് ഈ വിധി കേവലം ഒരു നിയമ നടപടി എന്നതിലുപരി വലിയൊരു രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ പ്രതിപക്ഷം ഈ വിധി ആയുധമാക്കും. നിയമപരമായി നേരിടുമെന്ന് BJP വ്യക്തമാക്കുമ്പോഴും വിചാരണയുടെ ഓരോ ഘട്ടവും രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടും. തൃശൂരിലെ തോൽവിയിൽ പകച്ചു നിന്ന CPM-നും കോൺഗ്രസിനും ഈ കോടതി ഉത്തരവ് ഒരു ഊർജമാണ്. സുരേഷ് ഗോപിയുടെ വിജയം ജനാധിപത്യപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ആയിരുന്നില്ലെന്ന് സ്ഥാപിക്കാനായിരുന്നു അവരുടെ ശ്രമം. കേരളം പോലെ പ്രബുദ്ധമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രചാരണം കോടതി ഗൗരവകരമായി കാണുന്നു എന്നത് വരുംകാല തിരഞ്ഞെടുപ്പുകൾക്കും ഒരു മുന്നറിയിപ്പാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ക്രിസ്ത്യൻ ഹിന്ദു ഏകീകരണത്തിനായി നടത്തിയ പ്രസ്താവനകളും ശവന്തീനികൾ തുടങ്ങിയ അധിക്ഷേപ പരാമർശങ്ങളും ഒരു കേന്ദ്രമന്ത്രിക്ക് ചേർന്നതല്ലെന്ന വിമർശനം ഉയരുന്നുണ്ട്. ഹൈക്കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ താൻ തെറ്റായൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത കൂടി അതുകൊണ്ട് സുരേഷ് ഗോപിക്കുണ്ട്.